വാഷിംഗ്ടൺ ഡിസിയിലെ ഇസ്രായേൽ എംബസിയിലെ 2 ജീവനക്കാർ ക്യാപിറ്റൽ ജൂത മ്യൂസിയത്തിന് സമീപം വെടിയേറ്റ് കൊല്ലപ്പെട്ടതായി ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോയിം അറിയിച്ചു. നോർത്ത് വെസ്റ്റ് ഡിസിയിലുള്ള FBI-യുടെ വാഷിംഗ്ടൺ ഫീൽഡ് ഓഫീസിൽ നിന്ന് ഏതാനും ദൂരം അകലെയാണ് വെടിവെപ്പ് നടന്നത്. ആക്രമണ സമയത്ത് അമേരിക്കൻ ജൂത കമ്മിറ്റി ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഇതിനെ ലക്ഷ്യമിട്ട് നടന്ന ഭീകരാക്രമണമാണെന്നാണ് സൂചന. ഇരകൾക്ക് നേരെ വെടിയുതിർക്കുന്നതിനു മുൻപ് ഫ്രീ പാലസ്തീൻ എന്ന് അക്രമി വിളിച്ചു പറഞ്ഞതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഫെഡറൽ അധികാരികൾ പ്രാദേശിക നിയമപാലകരുമായി ഏകോപിപ്പിച്ച് പൂർണ്ണ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ടെന്നും US ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോയിം പറഞ്ഞു. FBI-യുടെ സംയുക്ത ഭീകരവാദ ടാസ്ക് ഫോഴ്സാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. സംഭവത്തെ രാഷ്ട്രീയപ്രേരിതമായ ഭീകരപ്രവർത്തനമായാണ് കണക്കാക്കുന്നത്. ആക്രമണവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ടെന്നും ഇയാളെ ചോദ്യം ചെയ്യുകയാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ലോകമെമ്പാടുമുള്ള നയതന്ത്ര ജൂത സമൂഹങ്ങളിൽ ഈ സംഭവം ഞെട്ടൽ ഉളവാക്കിയിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേൽ അംബാസഡർ ഡാനി ഡനോൺ സംഭവത്തെ അപലപിച്ചു. ആക്രമണത്തെ സെമിറ്റിക് വിരുദ്ധ ഭീകരപ്രവർത്തനം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. US-ന്റെ മണ്ണിൽ ഇസ്രായേൽ നയതന്ത്രജ്ഞരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളും വിദ്വേഷകരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതും വർദ്ധിച്ചുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ആക്രമണത്തിന് തൊട്ടുപിന്നാലെ US അറ്റോർണി ജനറൽ പാം ബോണ്ടിയും ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയയുടെ ഇടക്കാല US അറ്റോർണി ജീനിൻ പിറോയും അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീന ന്യൂസ്.